2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബി.ജെ.പിക്കെതിരെ വിശാല പ്രതിപക്ഷ സഖ്യമെന്ന നിലയിൽ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീണിരിക്കുന്നു. ആം ആദ്മി പാർട്ടി ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസിനെയും അവരുടെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ.പി. സഖ്യം വിടുന്നത്. യഥാർത്ഥത്തിൽ പൊതു തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം പേരിന് മാത്രമുണ്ടായിരുന്ന ഇന്ത്യ സഖ്യം സ്വാഭാവികമായ പതനത്തിലേക്ക് പോവുകയാണോ എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇനി ആരൊക്കെ ആ സഖ്യം വിടുമെന്നും കണ്ടറിയണം. പൊടുന്നനെ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യം വിടാൻ കാരണമെന്തായിരിക്കും? എന്താണ് അരവിന്ദ് കെജ്രിവാൾ ലക്ഷ്യം വെക്കുന്നത്? ഇനി വരാനിരിക്കുന്ന ഗുജറാത്ത്, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ എ.പി.യുടെ നീക്കം എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ആദ്യം കണ്ടുവരാം RDX റാപ്പ് 59 സെക്കൻഡ്. ആം ആദ്മി പാർട്ടി രാഷ്ട്രീയകാര്യ സമിതിയാണ് ഇന്ത്യ സഖ്യം വിടാനുള്ള തീരുമാനമെടുത്തത്. ബീഹാർ നിയമസഭ അടക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും ബി.ജെ.പിക്കുമെതിരെ മത്സരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിഷയം ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ കോൺഗ്രസും മറ്റു 15 പ്രതിപക്ഷ പാർട്ടികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയതിനു പിന്നാലെയാണ് എ.പി.യുടെ പ്രസ്താവന. ഇതേ ആവശ്യമുന്നയിച്ച് എ.പി. പ്രത്യേകം കത്തയച്ചു. കോൺഗ്രസിനും ബി.ജെ.പിക്കുമിടയിൽ രഹസ്യധാരണയുണ്ടെന്നും ഇത്തരം അവിശുദ്ധ ബന്ധങ്ങൾ ഉപേക്ഷിച്ചാലേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കാനാകൂ എന്നും ആം ആദ്മി പാർട്ടി. മോദിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ പറയുന്നത്. പകരം ഗാന്ധി കുടുംബത്തെ ജയിൽവാസത്തിൽ നിന്ന് മോദി സംരക്ഷിക്കുന്നുവെന്നും നാഷണൽ മീഡിയ കോർഡിനേറ്ററായ അനുരാഗ് ദണ്ഡ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ സഖ്യത്തിന്റെ ലക്ഷ്യം പൂർത്തിയായെന്നും വരാനിരിക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി അറിയിച്ചു. എന്നാൽ പാർലമെന്റിൽ രാജ്യത്തിന് ഗുണമുണ്ടാക്കുന്ന പ്രതിപക്ഷ നിലപാടിനെ പിന്തുണയ്ക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. അതിന് തുടക്കത്തിലൊരു പ്രശ്നം വന്നിരുന്നു. അത് സാങ്കേതികമായ പ്രശ്നമാണ്. അതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ലിജോ വർഗീസ് അവിടെ നിന്ന് ചേർന്നു. ലിജോ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? സനീഷ്, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് കുറെ കൂടി ശക്തമായ തരത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും 2029 ആകുമ്പോഴേക്കും വന്ന് കുറേ കൂടി ഒരു ബാർഗൈനിങ് പവർ ഉണ്ടാക്കിയെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് കോൺഗ്രസ് എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു സഖ്യത്തിൽ നിൽക്കുമ്പോൾ അവരുടെ വളർച്ചയ്ക്ക് അത് പല സംസ്ഥാനങ്ങളിലും വലിയ തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് കോൺഗ്രസുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാകും. അവിടെ ഒരു സഖ്യം എന്നതിനപ്പുറത്ത് മത്സരിക്കുകയും കോൺഗ്രസിനപ്പുറത്തേക്ക് ബി.ജെ.പിക്കെതിരെയുള്ള ഒരു ശക്തിയായി മാറാനുമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ തരത്തിലൊരു പ്ലാൻ A-B എന്ന നിലയിൽ ഒരു പ്ലാൻ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് അവർ നടത്തുന്നത്. നേരത്തെ മുതൽ തന്നെയാണ് കഴിഞ്ഞ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കം തോറ്റ് അവിടെ അവരുടെ ഭരണം നഷ്ടമായപ്പോൾ മുതൽ തന്നെ ഒരു പുതിയ സ്ട്രാറ്റജി എന്ന നിലക്കാണ് അവരിതിനെ കാണുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ നേരത്തെ മുതൽ തന്നെ വലിയ ശത്രുതയുണ്ട്. 2013 ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ മുതൽ കോൺഗ്രസുമായി വലിയ ശത്രുതയിലാണ്. പല ഘട്ടങ്ങളിലും അവർ വലിയ തരത്തിൽ, പ്രത്യേകിച്ച് ഡൽഹി സംസ്ഥാനത്ത് അവർ വലിയ തരത്തിലുള്ള സംഘർഷത്തിലാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടി ഒരു തുടർച്ചയായിട്ട് വേണം ഇതിനെ കാണാൻ. ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ഒരു ലോങ് ടൈം പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2025 തന്നെ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, നന്ദി ലിജോ ആ വിവരങ്ങൾക്ക്. 15 വർഷത്തോളം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിനെ പുറത്താക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുന്നത്. നിർഭയ വിഷയവും ലോക്പാൽ സമരവുമെല്ലാം ഷീലാ ദീക്ഷിതിന്റെ പടിയിറക്കത്തിന് കാരണമായിട്ടുണ്ട്. ലോക്പാൽ സമരത്തിന് മുന്നിൽ നിന്ന കെജ്രിവാളിനോട് അന്ന് മുതൽ കോൺഗ്രസിന് ശത്രുതയുണ്ട്. അത് തെളിഞ്ഞും ഒളിഞ്ഞും തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള മൂപ്പിളമ തർക്കം അതിന്റെ പാരമ്യത്തിലെത്തി ഇന്ത്യ സഖ്യം തന്നെ ചോദ്യചിഹ്നമായി മാറുകയാണ്. രണ്ട് പ്രതിപക്ഷ പാർട്ടികൾ പരസ്പരം പോരടിച്ച അതിന്റെ ഗുണം ഭരണകക്ഷിയായ ബി.ജെ.പിക്ക് കിട്ടും എന്നതിൽ തർക്കമില്ല. ബി.ജെ.പിക്കെതിരായ വിശാല ജനാധിപത്യ മതനിരപേക്ഷ പ്രതിപക്ഷ നില പാടെ തകരുകയാണോ എന്നും അത് വരും തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നുമെല്ലാം കണ്ടറിയണം. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.